എടപ്പാളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി കുറ്റിപ്പുറം റോഡിൽ നിന്നുള്ള ബൈപ്പാസ് പുനർനിർമ്മിക്കും. ഇതിന് സൗകര്യങ്ങൾ ഒരുക്കും. ബസ് ബേ നിർമ്മിക്കുന്നതിന് പൊന്നാനി റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുവഴി ബസ്സുകൾ കടത്തിവിടുമ്പോൾ നിലവിൽ ഈ ഭാഗത്തുള്ള ബൈപ്പാസ് പുനർനിർമ്മിക്കേണ്ടതായി വരും. ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ബസ് ബേ നിർമ്മിക്കുന്നതിന് പൊന്നാനി റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്ഥലം BOT അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ലീസിന് ഏറ്റെടുത്ത് ബസ് ബേ നിർമ്മിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ലോക്കൽ ബസ്സുകൾ എന്നീ രീതിയിൽ 20-25 ബസ്സുകൾ നിർത്തിയിടാൻ സൗകര്യമൊരുക്കും. ശേഷിക്കുന്ന ഭാഗത്ത് സ്ഥലമുടമ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും. പദ്ധതി പ്രദേശത്തേക്ക് റോഡിനായി വിട്ടുകിട്ടുന്ന സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി പഞ്ചായത്ത് ഏറ്റെടുത്ത ശേഷം നവീകരിക്കും. കുറ്റിപ്പുറം റോഡ് വഴി ബസ് ബേയിലെത്തുന്ന ബസ്സുകൾ പൊന്നാനി റോഡ് വഴിയാകും ടൗണിലേക്ക് എത്തുക. പൊന്നാനി റോഡിലേക്ക് സ്റ്റാൻഡിൽ നിന്നിറങ്ങുന്ന ഭാഗത്തെ കെട്ടിടം പൊളിച്ച് ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. റോഡ് വീതി കൂട്ടി നവീകരിക്കുകയും ചെയ്യും. ഇതോടെ ഇവിടെ ഗതാഗതക്കുരുക്ക് ഇല്ലാതെ പ്രശ്നം പരിഹരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. എല്ലാ ബസ്സുകളും ബസ് ബേയിൽ എത്തണമെന്ന് കർശന നിർദ്ദേശം നൽകും. ശേഷിക്കുന്ന ഭാഗത്ത് ഓട്ടോ ടാക്സി വാഹനങ്ങൾക്കുള്ള സൗകര്യങ്ങളും ശുചിമുറി ഉൾപ്പെടെയുള്ളവ ഒരുക്കുന്നതും പരിഗണനയിലാണ്. എടപ്പാളിലെ ബസ് സ്റ്റാൻഡ് ഇല്ലെന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് പുറമെ ടൗണിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരം കാണുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ ഉടമകളുമായി 2 ദിവസത്തിനകം ചർച്ച നടത്തിയ ശേഷം ഏത് രീതിയിൽ പദ്ധതി നടപ്പിലാക്കണമെന്നത് തീരുമാനിക്കും. തുടർന്ന് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പഞ്ചായത്ത് അധികൃതരുടെ ആലോചന. NCV ന്യൂസ് എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.